ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ന്യൂ വീഡിയോ. അപ്പം എൻ്റെ നമ്മുടെ കയ്യിൽ നിന്നുള്ളത് ഗറില്ല 450യുടെ ഏറ്റവും പുതിയ കളറായിട്ടുള്ള അപ്പെക്സ് ബ്ലാക്ക് ആണ് കേട്ടോ. ഗറില്ലയുടെ പുതിയ വേരിയൻ്റാണ് അപ്പെക്സ് എന്ന് പറഞ്ഞൊരു സാധനം. അപ്പം അപ്പെക്സിനകത്ത് എന്തൊക്കെയാണ് മാറ്റങ്ങളെന്നായിരിക്കും നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. ഗറില്ലയുടെ വിശേഷങ്ങളായിരിക്കും നിങ്ങൾ ഈ വീഡിയോയിലേക്കായിട്ട് കാണാൻ പോകുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. അപ്പം ഗറില്ല 450യിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്കൊന്ന് വാക്ക് അറൗണ്ട് ചെയ്ത് തുടങ്ങാം. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേന് മെയിൻ മാറ്റങ്ങൾ എന്ന് വെച്ചാൽ ഈ ഫോർക്കിനകത്തുള്ള ബൂട്ട് റിമൂവ് ആക്കിയിട്ടുണ്ട്. ഷോവയുടെ സസ്പെൻഷൻ തന്നെയാണ് വരുന്നത്. പിന്നീട് ടയേഴ്സ് മാറിയിട്ടുണ്ട്. ടയേഴ്സ് വരുമ്പോഴത്തേന് റെഡ് സ്റ്റൈൻ്റെ ടയറാണ് ഇപ്പോൾ വന്നേക്കുന്നത്. നേരത്തെ ടയറിൻ്റെ പാറ്റേൺ ഒരു ഡുവൽ പർപ്പസ് ടയറിൻ്റെ പാറ്റേൺ ആയിരുന്നു. ഇപ്പോൾ അത് മാറി ഒരു റേഡിയൽ പാറ്റേൺ ഒക്കെ ആയിട്ടുണ്ട്. നമ്മുടെ റോഡ് പർപ്പസിന് കൂടുതലായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് ഇപ്പോഴത്തെ ടയറിന് വന്നേക്കുന്നത്. ഷോവയുടെ ബാഡ്ജിങ് ഇതേ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഡിസ്ക് ബ്രേക്സും കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെ സെയിം ആണ്. ഹെഡ്ലൈറ്റ് LED ആണ് വന്നേക്കുന്നത്. ഇൻഡിക്കേറ്റേഴ്സും LED ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. അതേപോലെ ഫ്രണ്ടിൽ ഒരു കൗൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇൻസ്ട്രുമെൻസിൻ്റെ അവിടെ ഒരു കൗള് സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് വരുമ്പോഴത്തേന് സെയിം ലെവലിലിട്ട ടാങ്ക് തന്നെയാണ് വന്നേക്കുന്നത്. പുതിയ ഗ്രാഫിക്സും കളേഴ്സും കാണാനായിട്ട് പറ്റും. 450cc നമ്മുടെ ഷെർപ്പ എഞ്ചിൻ ഇതായിരിക്കുന്നു. പിന്നെ ആ റൂട്ടിങ് കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെ. റിയറിലേക്ക് വരുമ്പോഴും പുതിയ റെഡ് സ്റ്റൈൻ ടയർ കാണാനായിട്ട് പറ്റും. അതും ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. മെയിൻ മാറ്റം വന്നേക്കുന്നത് ഇവിടെ ഒരു കൗൾ വന്നിട്ടുണ്ട് സീറ്റിനകത്ത്. ഈ കൗൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഒരു എല്ലെങ്കിൽ ബോൾട്ട് ഉണ്ട്. സീറ്റ് റിമൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബോൾട്ട് ലൂസായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് റിമൂവ് ചെയ്യാം. അത് അപ്പം പില്ലിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അതല്ല സോളോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൗൾ വെച്ചിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഈ കളർ പാറ്റേൺ കൊള്ളാം, രസമുണ്ട്. റിയറിലേക്ക് വരുമ്പോഴത്തേന് ഇതിൻ്റെ ഹാൻഡിൽ ബാറിനകത്ത് മാറ്റം വന്നിട്ടുണ്ട്. ഹാൻഡിൽ ബാർ അലൂമിനിയം ഹാൻഡിൽ ബാറാണ് വന്നേക്കുന്നത്. അതേപോലെ തന്നെ ഇതൊരു 6mm ഹൈറ്റ് കുറച്ചിട്ടുണ്ട്. അതേപോലെ ഫ്രണ്ടിലോട്ടും കുറച്ചായിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ അഗ്രസീവ് പൊസിഷനായിട്ട് നിങ്ങൾക്ക് കിട്ടും. എനിക്ക് ഗറില്ലയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഭാഗം ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കുമ്പോഴാണ്. ആ ഒരു വീതി കൂടിയ ടയേഴ്സും എല്ലാം കൂടെ ഭയങ്കര ഒരു മാസീവ് ലുക്കാണ് വണ്ടി. കാണുമ്പം വണ്ടിക്ക് ഹൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നല്ല വീൽ ബേസ് ഉണ്ട് വണ്ടിക്ക്. അതേപോലെ തന്നെ അത്യാവശ്യം വൈഡസ്റ്റ് ആയിട്ടുള്ള സെഗ്മെൻറ്റിലെ ടയേഴ്സാണ് വന്നേക്കുന്നത്. 160 ആണ് റിയർ ടയർ. ഫ്രണ്ടിൽ വരുമ്പോൾ 120 വരും. ആ കൗളൊക്കെ വെച്ചേക്കുന്നത് കാണാൻ രസമുണ്ട് കേട്ടോ. പിന്നെ റിയറൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആക്സറീസ് ആയിട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഇതിനകത്ത്. സീറ്റ് ഹൈറ്റ് പഴയ പോലെ തന്നെയാണ്. സെയിം സീറ്റ് ഹൈറ്റിനകത്തൊന്നും മാറ്റമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ റൈഡിങ് പൊസിഷൻ മാറിയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ഗറില്ലയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അപ്ഡേറ്റ് ആയിട്ടിരിക്കുന്ന പോലെ ആയിരുന്നു. ഇപ്പോൾ ഇതിനകത്തൊരു 6mm കുറവായതുകൊണ്ട് നമ്മൾ കുനിഞ്ഞിരിക്കണം. അതേപോലെ ഈ ഹാൻഡിൽ ബാർ കുറച്ചും കൂടി ഒരു ഫ്രണ്ടിലോട്ടായ പോലെ ഉണ്ട്. അപ്പം ഒരു അഗ്രസീവ് പൊസിഷൻ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇതേ കണ്ടില്ലേ. അപ്പം നമുക്ക് അക്രമം കാണിക്കാനായിട്ട് അടിപൊളിയായിരിക്കും. പക്ഷേ റോഡിൽ അക്രമം കാണിക്കാതിരിക്കുക. അതേപോലെ തന്നെ ത്രോട്ടിൽ റെസ്പോൺസും കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെയാണ്. വണ്ടി അത്യാവശ്യം കയറി പോകുന്നുണ്ട്. ഡിസ്പ്ലേയിലും മാറ്റങ്ങളൊന്നുമില്ല. നമ്മുടെ TFT ഡിസ്പ്ലേ തന്നെ. റൈഡിങ് മോഡ്സ് വരുന്നുണ്ട്. സ്ട്രീറ്റ് റൈഡിങ് മോഡ്സിനകത്ത് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമുക്ക് സ്ട്രീറ്റ്, സ്പോർട്ട് അങ്ങനെ 2 മോഡാണ് വന്നേക്കുന്നത്. നേരത്തെ എക്കോ മോഡ്, പവർ പെർഫോമൻസ് മോഡ് അങ്ങനെയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. സ്പോർട്ടും സീറ്റും. ബാക്കി കാര്യങ്ങളെല്ലാം പഴയ പോലെ തന്നെയാണ് റൈഡിങ് TFT ഡിസ്പ്ലേയിൽ വരുന്നത്. ഹിമാലയൻ്റെ അതേ ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. അപ്പം ആ ഒരു കൺട്രോൾസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിനകത്തും കിട്ടും. അത്യാവശ്യം തിരക്കില്ലാത്തൊരു ഫ്യൂൽ എക്കോണമിയും ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പം ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടും കൂടെ ഒന്ന് കേൾപ്പിച്ച് തരാം എങ്ങനെ ഉണ്ടാവുമെന്ന്. എങ്ങനെ ഉണ്ടാക്കി രണ്ടൊക്കെ. നമ്മുടെ പഴയ ഗറില്ലയുടെ അതേ എക്സോസ്റ്റ് നോട്ട് തന്നെയാണ്. വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ വണ്ടിയിലില്ല. എക്സോസിൻ്റെ കാര്യത്തിൽ ആകെ നമുക്ക് മാറ്റങ്ങൾ വന്നേക്കുന്നത് സീറ്റ് കൗൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലൊരു കൗൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ ബാറിൻ്റെ ഹൈറ്റ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ പുതിയ കളർ സ്കീമിലാണ് വണ്ടി വന്നേക്കുന്നത്. ഇത്രയാണ്. വേറെ മാറ്റങ്ങൾ ഫിസിക്കലി നമുക്ക് കാണാനായിട്ടൊന്നുമില്ല. പിന്നെ ടയേഴ്സിൻ്റെ ഗ്രിപ്പ് കൂടിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ടയർ ആയതുകൊണ്ട് നമുക്ക് റോഡിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് ഓടിക്കാനായിട്ട് പറ്റും. ആ ഒരു ടേൺസൊക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു കോൺഫിഡൻസ് നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പം ഗറില്ലയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോ എടുത്തായിരുന്നു കമൻറ്റ് ചെയ്യുക. അപ്പം ഈ വണ്ടി എടുക്കാൻ പോകുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനുമ്പോഴേക്കും ഇറ്റ്സ് മീ ഓൾ റെസോ 25 signing out from this video guys.